ഇറാൻ ഇസ്രായേൽ സംഘർഷം ചൂടുപിടിക്കുകയാണ്. അതേസമയം ഒരു കരയുദ്ധം അസാധ്യവുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ഏറ്റവും കടുത്തതുമെന്നാൽ ഭൂമിശാസ്ത്രപരമായി വളരെ അകലെയുള്ളതുമായ ഒരു ശത്രുതയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ളത്. സാധാരണയായി രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ ആരംഭിക്കുന്നത് സംഘർഷഭരിതമായ അതിർത്തികളിലൂടെയാണ്. എന്നാൽ ഇറാനും ഇസ്രായേലും തമ്മിൽ ഏകദേശം 2000 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ 1, 2, 3 സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നുമുണ്ട്. ലോകത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ ചില ഭൂപ്രദേശങ്ങളിലൂടെയാണ് ഈ ദൂരം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒരു തുറന്ന കരയുദ്ധം നടക്കുക എന്നത് പ്രായോഗികമായി അസാധ്യമാണ്. ഇസ്രായേലും ഇറാനും ഇന്ത്യയും പാകിസ്ഥാനും പോലെയോ ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും പോലെയോ അയൽ രാജ്യങ്ങളല്ല. ടെലവീവിൽ നിന്ന് തെഹ്റാനിലേക്ക് ഏറ്റവും കുറഞ്ഞ വ്യോമദൂരം ഏകദേശം 1800 മുതൽ 2000 കിലോമീറ്റർ വരെയാണ്. കരമാർഗം ഈ ഒരു ദൂരം താണ്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളതാണ്, ചിന്തിക്കാനാവാത്തതാണ്. മൂന്നാം രാജ്യങ്ങളിലൂടെയുള്ള അസാധ്യമായ യാത്രയാണ് ഇതിനു പിന്നിലുള്ളത്. ഇനി ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് കരമാർഗം യാത്ര ചെയ്യണമെങ്കിൽ ജോർദൻ, ഇറാഖ്, ഒരുപക്ഷെ സിറിയ എന്നീ രാജ്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. സമാധാനപരമായ സാഹചര്യങ്ങളിൽ പോലും ഈ കരമാർഗം ഒന്നിലധികം അന്താരാഷ്ട്ര അതിർത്തികൾ കടക്കേണ്ടതുണ്ട്. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ സങ്കീർണമായ നയതന്ത്ര നിലപാടുകളും പ്രവേശന അനുമതികളുമുണ്ട്.